നമസ്കാരം പ്രിയപ്പെട്ടവരെ, തുങ്കേശാണ് പുളികാപ്പൻ. ഇന്ന് പുതിയ ഒരു കലാകാരനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും മത്സരിച്ച് കലാപ്രതിഭയായിട്ടുള്ള അമീർ എന്ന ഒരു കലാകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അമീറിൻ്റെ കലാ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അമീറിൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പോവാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് അമീർ വിശേഷം? സുഖമായിട്ട് പോകുന്ന അമീറിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ എത്തിയതാണ്. ശരി, അപ്പം അമീറിന്റെ കലാപരമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2014 തൊട്ട് ഞാൻ കലോത്സവ വേദികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റേറ്റ് തലം ജില്ലാ തലമൊക്കെ കുറേ മത്സരിച്ചിട്ടുണ്ട്, കലാപ്രതിഭയായിട്ടുണ്ട്. അതിനൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ സാറിനെ കാണാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ കലാപരമായിട്ട് ഞാൻ കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ പാട്ടൊക്കെ എഴുതും. ഞാൻ എൻ്റെ പാട്ടുകളിൽ ഒരു 4 വരി പാടും. ശരി, ആയിക്കോട്ടെ, വളരെ സന്തോഷം. ले ले रंगा ही चाहे तन चाहे मन, रंग रेसा रंग मेरा तन मेरा मन, ले ले रंगा ही चाहे तन चाहे मन, सजरा सवेरा मेरा तन बरसे, कजरा अंदर तेरे जलती लो, कजरा मिलते नि तन बरसे, या मौला मौला വളരെ മനോഹരമായിട്ടുണ്ട്. മലയാളം എന്തെങ്കിലും? മലയാളം പാട്ട് ഞാൻ അങ്ങനെ പാടാറുണ്ട്. മലയാളം ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാപ്പിളപ്പാട്ടുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 4 വരി പാടാം. സുഗന്ധമിമ്പരിയമ്പികരിമ്പമിലമ്പിളി മൊന്തുമികേന്ത ബഹുത്ത് പടവണി ഒത്തു ചതുർഗണ പൊത്തതിലൊത്ത് സനത്ത് കതിർപ്പതി മുപ്പതിലൊത്തിറ പൊത്തു കുവത്തതിലൊത്ത് കതിത്ത് മലക്ക് ഫുറുക്കാനെ മുത്തിറ പൊത്തു കുവത്തതിലൊത്ത് കതിത്ത് മലക്ക് ഫുറുക്കാനെ വെളിപ്പെടുമേ മഹിബത്തൻ മുഹിബരിൽ ശേഷവിശേഷണമായി നേശറസൂൽ പൊതുമായി ലേശമിതിൽ വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും അപ്പം കലാപരമായിട്ട് ഇനിയും എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം? അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കലാപരമായിട്ട് ഇനിയും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. വലിയ വലിയ വേദികളിലൊക്കെ പോകണമെന്നാണ് ആഗ്രഹം അദ്ദേഹത്തിന്. ശരി, അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെ, സന്തോഷമുണ്ട് അല്ലേ? കണ്ടതിൽ സന്തോഷം. ആരാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്? പ്രോത്സാഹനം എന്ന് പറയാനാണെങ്കിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ ഇക്കായും വാപ്പയാണ്. അതെ, രണ്ടുപേരും നന്നായിട്ട് പാട്ട് പാടും, എന്നായിട്ട് നന്നായിട്ട് പാട്ട് പാടും. അതെ, അവരാണ് എൻ്റെ എല്ലാം. അതെ, ശരി. പിന്നെ ഉമ്മായും കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബിംബിയണ്ണൻ്റെ കടയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ അമീറിനെ കുറിച്ച് നമ്മുടെ ബിംബിയണ്ണൻ്റെ അനിയൻ കുഞ്ഞുമരണം പറയുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്തായാലും നല്ലൊരു കലാകാരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിൻ്റെ പ്രോത്സാഹിപ്പിക്കുക, ഇദ്ദേഹത്തിന് വേദികൾ നൽകുക. എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തുങ്കേശ് പുളികാപ്പിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.